Hi everyone, it's me Rahul. Welcome to Mindent FX. So ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേയുടെ വീഡിയോ ആണ് ഇപ്പം വരാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ വി ആർ ടോക്ക് അബൌട്ട് ദ അപ്പ് മൂവ്മെൻറ്റ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു RSI എബോവ് 40 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് കാണാൻ പറ്റും നിഫ്റ്റിയിൽ നിന്ന്. സോ ഒബ്വിയസ്ലി ദാറ്റ് ഹാപ്പൻ ഇൻ നിഫ്റ്റി. ഒരു അപ്പ് മൂവ്മെൻറ്റ് ചെയ്തു. നമ്മുടെ ലെവൽ 25,970 ആ ഒരു ലെവലിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതിന് മുകളിൽ നിഫ്റ്റി പോയിട്ടില്ല. അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ചോപ്പി മാർക്കറ്റ്. ഒരു ചെറിയൊരു സ്കാൽപ്പിംഗ് ഒക്കെ, ഒരു ഡയറക്ഷണൽ മൂവ് ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ഒരു മോഡറേറ്റ് അപ്പ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ലാസ്റ്റ് ഹവേഴ്സിൽ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിനെ പറ്റിയിട്ട്. ഇങ്ങനെ അപ്പ് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും ബിക്കോസ് ഓഫ് RSI. ദ ഡൈവർജൻസ് വാസ് ദയർ. ഓക്കെ, ഡൈവർജൻസ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ദാറ്റ്സ് വൈ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അതാണ്. സോ നമുക്ക് ടൈം കളയാതെ നാളെ, അത് 31 ഡിസംബർ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ട്രേഡിംഗ് ആണ് നമ്മുടെ ദിസ് ഇയറിലെ. അത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. സോ യെസ്റ്റർഡേ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ്. നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഒരു അപ്പ് മൂവ്മെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിഫ്റ്റി ഇന്നലെ ലാസ്റ്റ് എന്താ കാണണ്ടേ, ഒരു മോർണിംഗ് സ്റ്റാർ ഒക്കെ വന്നിട്ട് നേരെ നിഫ്റ്റി പുഷ് ചെയ്തു. എന്നിട്ട് ഏകദേശം ഒരു അത്യാവശ്യം മൂവ് ചെയ്തു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഐ തിങ്ക് ഒരു 88 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 88 പോയിൻറ്റ് മൂവ് ചെയ്തു മുകളിലോട്ട്. അതായത് അറ്റ് ദ മണി ഒരു 30-40 പോയിൻറ്റ്സും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ഗുഡ് മൂവ്മെൻ്റ് ആയിരുന്നു മുകളിലോട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ വ്യൂ നോക്കുകയാണെങ്കിൽ, നാളെ ഈ ലെവലിൻ്റെ മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 25,970 മുകളിൽ നിഫ്റ്റി ഒരു 30 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് നമുക്ക് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണാൻ കഴിയും. ഫസ്റ്റ് ടാർഗറ്റ് 26,000 ആണ്. ഓക്കെ, 26,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം നാളെ മുകളിലോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നിഫ്റ്റി. ഓക്കെ, സോ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റീനെ ഒരു പോസിറ്റീവ് ക്ലോസിലായിരിക്കും മാർക്കറ്റ് മേ ബി ആക്കാൻ ശ്രമിക്കുക, അതായത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക നാളെ ന്യൂ ഇയർ ആയിട്ട്, ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ലാസ്റ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡേ ലോ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇതല്ലേ 30 ഡിസംബർ ഡേ ലോയുടെ താഴോട്ടൊന്ന് വന്നു നിഫ്റ്റി. അതായത് ഈ ലെവലിന് താഴോട്ടൊന്ന് നിഫ്റ്റി വന്നിരുന്നു രാവിലെ ഓപ്പൺ ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ തിരിച്ച് പുഷ് ചെയ്തു. ആദ്യം ഒരു ഫേക്ക് മൂവ്മെൻറ്റ് കാണിച്ചു. ഓക്കെ, എന്നിട്ട് എല്ലാവരും ഒന്ന് പേടിപ്പിച്ചു, ഒന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് ഏകദേശം ഒരു 12:30 മുതൽ നിഫ്റ്റി ഒരു വൺ സൈഡ് മൂവ് ചെയ്തു. ഓക്കെ, അതാണ് ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു RSI വെൻ ദ പ്രൈസ് കമ്മിങ് ഡൗൺ RSI ഈസ് ഗോയിങ് അപ്പ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വെൻ ദ പ്രൈസ് കമ്മിങ് ഡൗൺ. ഓക്കെ, വെൻ ദ പ്രൈസ് കമ്മിങ് ഡൗൺ ഈ ഏരിയ നോക്കിയാൽ മതി. RSI ഈസ് ഗോയിങ് അപ്പ്. This is a RSI divergence. So prediction ഒന്നുമല്ല, this is a clear analysis in the market. That's why I told. So 25,970 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 26,020 അല്ലെങ്കിൽ 26,000 ആൻഡ് അബോവ് നമുക്ക് ടാർഗറ്റ് നാളെ നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നതായിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ നാളത്തെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ RSI എബോവ് 60 കൂടെ പോവുകയാണെങ്കിൽ സോ വി ക്യാൻ ക്യാച്ച് ദ മൊമെൻറ്റം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചെറിയ ടൈം ഫ്രെയിമിലെ വലിയ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോജി കാണാം. ഓക്കെ, യു ക്യാൻ ഫൈൻഡ് ദ ഡോജി ഹിയർ. ആൻഡ് ഈ ഡോജി എന്ന് ഉദ്ദേശിക്കുന്നത് ഡോജിയുടെ ഹൈ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു പൊട്ടൻഷ്യൽ മൊമെൻറ്റ് കാണാൻ പറ്റും. സോ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ആദ്യം എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ട്രെൻഡ് ലൈൻ ഞാൻ എങ്ങനെ വരയ്ക്കാറുള്ളതെന്ന്. ഈ ട്രെൻഡ് ലൈൻ ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് എപ്പോഴും നിഫ്റ്റീനെ ആക്ട് ചെയ്യാറുണ്ട്. സോ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻ, ഓക്കെ, ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഓക്കെ, ഇത് ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ബട്ട് ദ ലോ is bigger than the last low. So this is a higher low. So maybe next year നമുക്ക് നിഫ്റ്റിയുടെ അപ്പ് മൂവ്മെൻറ്റ് കാണാൻ കഴിയുമായിരിക്കും.
ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പ് മൂവ്മെൻറ്റ് കാണാൻ കഴിയുമായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നിഫ്റ്റിയിൽ. ബട്ട് സ്റ്റിൽ വി ആർ ഇൻ കൺഫ്യൂഷൻസ്. ബട്ട് നമുക്ക് ഒരു ഇൻട്രാഡേ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നിഫ്റ്റിനെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ 25,970 അബോവ് 26,000 നമ്മുടെ ടാർഗറ്റായിട്ട് വരും. അതിൻ്റെ മുകളിൽ 25,050, 26,100 അങ്ങനെ മുകളിലോട്ട് പോകും. അതല്ല ഈ ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ വി ഹാവ് എ നോ ട്രേഡ് ടുമാറോ, നോ ട്രേഡിംഗ് സോൺ ആണ് ദിസ് വൺ. ആൻഡ് ബിലോ ദിസ് 25,884 നമ്മൾ ബിയറിഷിലോട്ട് വീണ്ടും ആകുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ വ്യൂ. ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. നിങ്ങൾ മാർക്കറ്റ് ഓൺ റിസ്കിൽ അനാലിസിസ് ചെയ്യുക, അതായത് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനകത്തുനിന്ന് വട്ട് എവർ യു ഏണിങ് ഓർ ലോസ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഓൺ റിസ്ക് ആണ്. ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ ആസ് പെർ സെബി റൂൾ. ഓക്കെ, അതാണ് ഡിസ്ക്ലെയിമർ ഉള്ളത്. സോ നമ്മൾ നാളത്തെ ലെവൽസ് ഇതൊക്കെയാണ്. 25,970 ആൻഡ് 25,884 ഇസ് ബിലോ. ആൻഡ് ബിറ്റ്വീൻ ദിസ് ലെവൽ സൈഡ് വേസ് മാർക്കറ്റ് എക്സ്പെക്റ്റിംഗ്. എബോവ് ദിസ് വി ഹാവ് എ അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.